ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുന്നേ യഹൂദ്യയിലെ ബേത്ലഹേമിൽ കർത്താവ് ഒരു സ്ത്രീയിൽ ജാതനായി. പ്രിയ ദൈവമക്കളെ, മാനവജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ കർത്താവ് ഒരു സ്ത്രീയുടെ സന്തതിയായി മാറി. 8-ാമത്തെ വയസ്സിൽ കർത്താവിനെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 18 വർഷക്കാലം കർത്താവ് അദൃശ്യനായിരുന്നു. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ കർത്താവ് യോഹന്നാനാൽ സ്നാനമേൽക്കുകയുണ്ടായി. 3.5 വർഷക്കാലം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ. പ്രിയരെ, സ്വന്തം ജനങ്ങളാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ട് 3-ാം നാൾ കർത്താവ് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട്, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം വീണ്ടും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചു 40 ദിവസത്തോളം കർത്താവ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് വചനം വ്യക്തമായും വിളിച്ചു പറയുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മലമേൽ കയറിപ്പോയി. അവിടെ ചെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ തലമേൽ കൈവച്ചവരെ അനുഗ്രഹിച്ചതിന് ശേഷം കർത്താവ് പറയുന്നു, ഞാൻ പോകുകയാണ്, വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, പാപം കൂടാതെ കർത്താവ് വീണ്ടും വരും, തൻ്റെ സഭയെ ചേർക്കുവാൻ, മണവട്ടിയെ ചേർക്കുവാൻ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ. പ്രിയ ദൈവ പൈതലേ, കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പാപം കൂടാതെ കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് വരവേൽക്കാം. വിശുദ്ധിയോടെ, വേർപാടോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് വരാൻ പോകുന്നു. ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ.